നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ദെയർ പ്രൈം ഫാക്ടേഴ്സ്. അപ്പം ഇതും ഒരു പ്രൈം ഫാക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിനെ എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് എഴുതാം. അപ്പൊ ഫസ്റ്റ് നമ്പർ 648 ആണ്. 648. അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. 648നെയാണ് നമ്മൾ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ നമുക്ക് 2 സ്റ്റാർട്ട് ചെയ്യാം. 2ല് 6 3 ടൈംസ് ആണ്, 4 2 ടൈംസ്, ദെൻ 8 4 ടൈംസ്. സോ നെക്സ്റ്റ് 2ല് ചെയ്യുമ്പം 3 ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 3 എടുക്കാൻ പറ്റില്ല, 2 ആണ് എടുക്കേണ്ടത്. 1 ടൈംസ് 2, ദെൻ ബാലൻസ് ഇസ് 1. 12 6 ടൈംസ് ആണ്, 4 2 ടൈംസ്. ദെൻ നെക്സ്റ്റ് 12ല് 16 8 ടൈംസ്, ആൻഡ് ഇവിടെ 2 ആണ്, 2 1 ടൈം. ഓക്കെ, ദെൻ ഇനി നമുക്ക് 2ല് പോസിബിൾ ആണോ? ഇറ്റ്സ് 81 എന്ന് പറയുന്നത് 2ല് പോസിബിൾ ആണോ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്? സോ പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് നമുക്ക് അടുത്ത നമ്പർ എടുക്കണം അല്ലെ. അപ്പൊ അടുത്ത നമ്പർ എടുക്കുമ്പോൾ നമുക്ക് 3 ആടുമ്പോ നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് നോക്കാം 3ല് കിട്ടുമോ എന്നുള്ളത്. അപ്പൊ 3ലാവുന്ന സമയത്ത് 3 into 2 ചെയ്താല് 6 ആണ് അല്ലെ. അപ്പൊ നമുക്ക് 3 into 2 6 എടുക്കാം. ബാക്കി ബാലൻസ് വരിക 2 ആണ് അല്ലെ. 6ന്ന് 8ലോട്ട് 2 ആണ് വരുന്നത്. അപ്പൊ ആ 2 ഇവിടെ കൊടുക്കണം. അപ്പൊ അതെന്തായി? 21 ആയി. അപ്പൊ 3ല് 21 ഉണ്ടല്ലോ. എത്ര ടൈംസ് ആണ്? 7 ടൈംസ്. സോ അപ്പൊ നമുക്ക് 27 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് 3 തന്നെ പോകാം. അപ്പൊ 3ല് നോക്കുമ്പോ 27 9 ടൈംസ് ആണ്. ദെൻ 3ല് നോക്കുമ്പം 9 3 ടൈംസ് ആണ്. ദെൻ 3ല് 1. സോ ഇപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു? 648നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്രസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ആസ് പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ദെയർ പ്രൈം ഫാക്ടേഴ്സ്. നമ്മള് പവേഴ്സ് എടുക്കണം, അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എത്ര 2 വന്നിട്ടുണ്ട്? 1 2 3. ആൻഡ് എത്ര 3 വന്നു? 1 2 3 4. അപ്പൊ നമുക്ക് ഇത് പവർ ആയിട്ട് എഴുതിക്കൂടെ? യെസ്. നമുക്ക് എങ്ങനെ എഴുതാം? 648നെ 2 raised to 3, നമുക്ക് 2 3 ടൈംസ് വന്നു. ദെൻ into 3 4 ടൈംസ്. 3 4 ടൈംസ്. ഓക്കെ, സോ ഇപ്പൊ നമ്മളിവിടെ എന്ത് എഴുതി? 648നെ നമ്മൾ പവേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എപ്പോഴും ഇങ്ങനെ നമ്പർ ക്വസ്റ്റ്യൻ വന്ന് അതിനെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാൻ വേണ്ടി പറയുമ്പോൾ അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദി പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, ക്ലിയർ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? നെക്സ്റ്റ് വൺ ഇസ് 405 ആണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 405നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അത് ചെയ്യാം. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് 405നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. അപ്പം ഇത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് വരുന്ന നമ്പർ 5 ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ പ്രൈം നമ്പർ ആയിട്ടുള്ള 5ല് നോക്കാം അല്ലെ. എപ്പോഴും 5 ഒക്കെ വരുമ്പം അതാണ് സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ 5ല് ചെയ്യുന്നു. സോ 5ല് ചെയ്യുമ്പം 4 ചെറിയ നമ്പർ ആണ്, പറ്റത്തില്ല. അപ്പൊ നമ്മൾ അടുത്ത നമ്പറും കൂടെ കൂട്ടിയെടുക്കണം. ദാറ്റ് മീൻസ് 40. 5ല് 40 വരുന്നുണ്ടല്ലോ. എത്ര ടൈംസ് ആണ്? 8 ടൈംസ്. അപ്പൊ നമ്മൾ ഇവിടെ 8 കൊടുത്തു. ദെൻ 5 1 ടൈം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 81 കിട്ടിയിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നെക്സ്റ്റ് 81 ആണ്. നമ്മൾ ഇതാ ഇവിടെ തന്നെ 81 ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ. സോ അതന്നെ അങ്ങോട്ട് എഴുതിയാൽ മതിയില്ല. ഇനി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് എന്താ ചെയ്യാം? 3ല് 81 27 ടൈംസ് ആണ്. ദെൻ 3ല് 27 9 ടൈംസ് ആണ്. ദെൻ വീണ്ടും 3ല് 9 3 ടൈംസ് ആണ്. ദെൻ 3ല് 3 is 1 ടൈം. ഓക്കെ, അപ്പൊ മനസ്സിലായോ? 405നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. 1 2 3 4 ടൈംസ് 3 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് 5 is only 1 ടൈം. ഒറ്റ ടൈമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയ 405നെ നമുക്ക് 3 raised to, എത്ര 3s ഉണ്ട്? 4 ടൈംസ് ആണ്. അപ്പൊ 3 raised to 4 into 5 എന്ന് എഴുതാം. സോ 5 ഒരു ടൈം അല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്പോണന്റ് 1 എന്നുള്ളത് നമ്മൾ എഴുതാറില്ല, ജസ്റ്റ് ആ നമ്പർ മാത്രം എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്?
3 raised to 4 into 5 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ 405ന്റെ പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 6th ക്വസ്റ്റ്യൻ ആണ്. സോ 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംപ്ലിഫൈങ്, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഓക്കെ, അതായത് അതിന് സിമ്പിൾ ഫോമിലോട്ട് എഴുതാം. നമുക്ക് എക്സ്പോണൻസ് ആണ് തന്നത്, നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പം 2 raised to 3 into 5. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എഴുതാന്ന് പറഞ്ഞാൽ 2 raised to 3 എന്ന് പറയുന്നത് എന്താ, 2 into 2 into 2 ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് എഴുതി നോക്കാം അല്ലേ. 2 into 2 into 2, പിന്നെ അതിന്റെ കൂടെ ഒരു 5ഉം. സോ ദി ആൻസർ 2 into 2 into 2 into 5 എന്ന് പറയുമ്പോൾ 2 into 2 into 2 എന്ന് പറയുന്നത് എത്രയാ, 8 ആണ് അല്ലെ. 2 into 2 4, 4 into 2 8. സോ ആ 8ന്റെ കൂടെ ഒരു 5ഉം കൂടെ ഉണ്ട്. സോ 8 into 5 അല്ലെ, 8 into 5 40. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ആൻസർ കിട്ടി, 40 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ട് 40. സോ ഇനി അതുപോലെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു നമ്പറിനെയാണ് നമ്മൾ ഒറ്റ ഒരു നമ്പർ ആയിട്ട് മാറ്റിയിട്ടുള്ളത്. അതന്നെയാണ് നമ്മളോട് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. Then next one is 0 into 10 raised to 2. 0 into 10 raised to 2. അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഏത് നമ്പർ ആയാലും, എത്ര വലിയ നമ്പർ ആയാലും, സോ ആ നമ്പറിനെ മൾട്ടിപ്ലൈഡ് വിത്ത് 0. വാട്ട് ഇസ് ദി ആൻസർ? ഇറ്റ്സ് 0 അല്ലെ. നമ്മൾ ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആൻസർ എഴുതിയാൽ മതിയില്ലേ. ജസ്റ്റ് 0 into 10 raised to 2 is 0. ഇനി നിങ്ങൾക്ക് സ്റ്റെപ്പായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 0 into 10ന്റെ സ്ക്വയർ എന്താണ്, 10 raised to 2 എന്താണ്, 10 into 10, ആൻസർ is 100. അപ്പൊ 0 into 100 ചെയ്തു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പം ഏതൊരു നമ്പറും നമ്മൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ is 0. ഓക്കെ, ക്ലിയർ. Then next question. Next is 5 square into 3 ക്യൂബ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പോണൻസ് 2ഉം 3 ഒക്കെ വരുമ്പോൾ നമുക്ക് സ്ക്വയർ എന്നും 3 ആകുമ്പോൾ ക്യൂബ് എന്നും പറയാം. അപ്പൊ ഇവിടെ അങ്ങനെയാ വന്നത് അല്ലെ. 5 സ്ക്വയർ ആൻഡ് 3 ക്യൂബ് ആണ്, അല്ലെങ്കിൽ 5 raised to 2, 3 raised to 3. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതി നോക്കാം. 5 square meaning is 5 into 5 and 3 cube meaning is 3 into 3 into 3 ആണ്. ഓക്കെ, 3 into 3 into 3. Then 5 into 5 എത്രയാ, 25 ആണ് അല്ലെ. ഇൻറ്റു ഇവിടെ എന്ത് വരും, 3 into 3 9, 9 into 3 is 27. അപ്പൊ നമ്മൾ ഇവിടെ 27 കൊടുത്തു. Then ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 25ഉം 27ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 35ന് 5 വരും, 3 വന്നു. Then 7 into 2 14 ആണ്, 14ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 17 വരും. ഇനി 5 into 2 10ന് 0, then ബാലൻസ് 1. 2 into 2 4ഉം 1ഉം 5. So 5 7 6. So the answer is 675. So ഇവിടെ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ 5 square into 3 ക്യൂബിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എഴുതി. ദാറ്റ് മീൻസ് 675. ഓക്കെ, ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്തിട്ടുള്ളതെന്ന്. യെസ്, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 7th ക്വസ്റ്റ്യൻ ആണ്. സോ 7th ക്വസ്റ്റ്യൻ ഇസ് ഓൾസോ സിംപ്ലിഫൈങ്. നമ്മളോട് സിംപ്ലിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ല, കുറച്ച് മാറ്റമുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. -3 സ്ക്വയർ ഇൻറ്റു -5 സ്ക്വയർ. ഇനി നമ്മൾ എക്സ്പോണന്റ് 2 ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്ക്വയർ എന്ന് പറയാം അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ എന്ന് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ ബേസ് നെഗറ്റീവ് ആണ്. ബേസ് നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോ നമ്മൾ ഒരു ബോക്സ് ഒക്കെ വരച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്, ബേസ് നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ എന്ത് നോക്കണം, അതിന്റെ എക്സ്പോണന്റ് നോക്കണം. എക്സ്പോണന്റ് ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസറിൽ നെഗറ്റീവ് ഉണ്ടാവും. എക്സ്പോണന്റ് ഈവൻ നമ്പർ, ആൻസർ പോസിറ്റീവിലായിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. സോ -3 സ്ക്വയർ ആണ്.
അപ്പൊ -3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ബേസ് നെഗറ്റീവ് ആണ്, ബട്ട് എക്സ്പോണന്റ് ഈവൻ നമ്പർ 2 ആണ്. അപ്പൊ ആൻസറിൽ നെഗറ്റീവ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ നമുക്ക് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 3 into 3 ആണ്. വാട്ട് ഇസ് 3 into 3? 3 into 3 is 9. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് 9 എന്ന് എഴുതാം അല്ലെ? നെഗറ്റീവ് ഉണ്ടാവില്ല, കാരണം ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ഈവൻ നമ്പർ ആണ്, അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആണ് ആൻസറിൽ വരുന്നത്. സോ 9 then into, ഇനി നമ്മൾ എന്ത് ചെയ്യണം? -5ന്റെ സ്ക്വയർ, അവിടെയും നമുക്ക് എക്സ്പോണന്റ് ഇസ് ഈവൻ നമ്പർ, സോ -5 into -5 എന്താവും? 25 ആണ് അല്ലെ? അപ്പൊ അവിടെ ആൻസറിൽ നെഗറ്റീവ് ഉണ്ടാവോ? നോ, ഇറ്റ്സ് പോസിറ്റീവ്. അപ്പൊ 25, 9 into 25. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാ. 25 into 9 is 45, 5, then ബാക്കി ഇവിടെ 4, 9 into 2 എന്ന് പറയുന്നത് 18 ആണ്. 18ന്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 22. സോ നമുക്ക് ആൻസർ കിട്ടി 225. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി 225. നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തു അല്ലെ? ഇങ്ങനെ നെഗറ്റീവ് നമ്പറും പവർ ഒക്കെ വന്നതിനെ നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് സിമ്പിൾ ഫോമിലോട്ട് എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ -2 cube into -10 cube. ഓക്കെ, ഇവിടെ എന്താണ്? ബേസസ് നെഗറ്റീവ് അല്ലെ? രണ്ടിലും നെഗറ്റീവ് ഉണ്ട്. സോ നെഗറ്റീവ് ബേസസ് വരുമ്പോൾ ഫസ്റ്റ് ചെക്ക് ദി എക്സ്പോണന്റ്. ഓക്കെ, സോ ദി എക്സ്പോണന്റ് ഇസ് ഓഡ് നമ്പർ, നമ്മുടെ ആൻസറിൽ നെഗറ്റീവ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ രണ്ടിലും എന്താണ് നമുക്ക് വന്നിട്ടുള്ളത്? ഓഡ് നമ്പേഴ്സ് ആണ്. ഞാൻ സൗണ്ട് വന്നോണ്ടാണോ? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ -3 cube into -10 cube ആണ്. ദാറ്റ് മീൻസ് ബേസ് എന്താണ്? അവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ആണ് വന്നത്. സോ ബേസ് നെഗറ്റീവ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പോണൻസ് ചെക്ക് ചെയ്യുക. സോ എക്സ്പോണന്റ് എന്താണ്? ഓഡ് നമ്പർ. 3 is odd number. അപ്പൊ എക്സ്പോണന്റ് ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ ആൻസറിൽ എന്തായിരിക്കും? നെഗറ്റീവ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ എന്താണ്? 2 ആണ് നമ്പർ വന്നത്. അപ്പൊ 2 into 2 into 2 അല്ലെ? 3 ടൈംസ് നമ്മൾ 2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഇസ് 8. ആ 8 ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ബട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? നമ്മുടെ എക്സ്പോണന്റ് നോക്കണം. എക്സ്പോണന്റ് ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസറിൽ നെഗറ്റീവ് കൊടുക്കണം. സോ അപ്പൊ ആൻസർ ഇസ് -8. ദെൻ നെക്സ്റ്റ് ഇസ് 10 ആണ്. -10 raised to 3. അവിടെയും എന്താണ്? നമ്മുടെ എക്സ്പോണന്റ് ഇസ് ഓഡ് നമ്പർ. അപ്പൊ ആൻസറിൽ എന്ത് വരും? നെഗറ്റീവ് വരും. സോ നെഗറ്റീവ് 10നെ നമ്മൾ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ആൻസർ ഇസ് 1000. അപ്പൊ നമുക്കിവിടെ 1000 കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഇസ് പോസിറ്റീവ് അല്ലെ? പോസിറ്റീവ് ആയിരിക്കും. ഈ നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആയിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് ആൻസറിൽ പോസിറ്റീവ് ആയിരിക്കും. 8 into 1000 എന്ന് പറയുന്നത് 8000 ആണ്. സോ ദി ആൻസർ ഇസ് 8000. ഓക്കെ, അപ്പം നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ചെയ്യുമ്പോൾ എപ്പോഴും ആൻസർ എന്തായിരിക്കും? ആൻസർ ഇസ് പോസിറ്റീവ്. അപ്പൊ പോസിറ്റീവ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ആൻസർ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അപ്പം ഇങ്ങനെ ടൈപ്പ് വരുന്ന സമയത്ത് നമ്മുടെ എക്സ്പോണൻസിൽ നമ്മുടെ ബേസ് എന്ത് വരുമ്പം നെഗറ്റീവ് നമ്പേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം അവിടെ ചെക്ക് ചെയ്യേണ്ടത് എക്സ്പോണന്റ് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ. സോ എക്സ്പോണന്റ് ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസറിൽ നെഗറ്റീവ് ഉണ്ടായിരിക്കും. ദെൻ എക്സ്പോണന്റ് ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മുടെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പയർ ദി ഫോളോയിങ് നമ്പർ. ഇവിടെ രണ്ട് നമ്പേഴ്സ് കൊടുത്തു, അതിനെ നമ്മളോട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. രണ്ട് നമ്പേഴ്സ് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ വിച്ച് വൺ ഇസ് ഗ്രേറ്റർ ആൻഡ് സ്മോളർ, അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 4 into 10 raised to 14 ഉണ്ട്. ദെൻ 3 into 10 raised to 17 ഉണ്ട്. അപ്പൊ രണ്ട് നമ്പേഴ്സും സോ അതിന്റെ കൂടെ എന്തുണ്ട്? രണ്ട് പവർ ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ 4 into 10 raised to 14 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ എന്താണ്? 10നെ നമ്മൾ 14 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 10നെ 14 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്തതിലാണെങ്കിൽ 10നെ 17 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്കിത് കമ്പയർ ചെയ്താൽ മതി അല്ലെ. നമ്മൾ ഇവിടെ ചെയ്ത് കാണിക്കുന്നത് ജസ്റ്റ് കമ്പയർ ചെയ്യാം. അപ്പം ഇവിടെ 14ഉം ദെൻ ഇവിടെ വന്നിട്ടുള്ളത് 17ഉം ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഏതായിരിക്കും ഗ്രേറ്റർ നമ്പർ ആയിട്ട് വരിക? 10 raised to 17 ആയിരിക്കും അല്ലെ. 10 raised to 17. ഇവിടെയാണെങ്കിൽ 10 raised to 40 ആണ്. അതായത് 14ഉം 17ഉം തമ്മിൽ അവിടെ 3 ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയാണ് ലാർജർ നമ്പർ വരുന്നത്. ദെൻ ആ നമ്പറിന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമ്പറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് കിട്ടുന്നത്? ഒരു ഗ്രേറ്റർ നമ്പർ ആയിരിക്കും ഫോം ചെയ്യുന്നത്.
ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യന് ജസ്റ്റ് നിങ്ങൾ ആ ഒരു വേർഡ്സിൽ ഇതിന്റെ ആൻസർ എഴുതിയാൽ മതി. ചെയ്യുന്ന സമയത്ത് 10 into 17 ആണ്. അപ്പൊ 17 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സീറോസ് കൊടുത്താൽ മതി അല്ലെ. 17 സീറോസ് ഉണ്ടാവും, ദെൻ അതിന്റെ കൂടെ ഒരു 3 കൂടെ ഉണ്ടാവും. ഓക്കെ, ദെൻ ഇവിടെ ആണെങ്കിൽ 14 സീറോസും ദെൻ അതിന്റെ കൂടെ 4 ആണ്. അപ്പൊ എന്തായാലും ഏതായിരിക്കും ഗ്രേറ്റർ നമ്പർ? സോ ഇതായിരിക്കും നമ്മുടെ ഗ്രേറ്റർ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 4 into 10 raised to 14 is less than 3 into 10 raised to 17. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടുന്ന് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. സോ എക്സ്പോണൻസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാർജ് നമ്പേഴ്സിനെ നമുക്ക് സ്മോളസ്റ്റ് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പോണൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു 1000 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 1000നെ എങ്ങനെ മാറ്റി എഴുതാം? അവിടെ 1000ൽ നമുക്ക് 10നെ 3 ടൈംസ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. 10 into 10 into 10 ആണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10 raised to 3 എന്ന് എഴുതാം. അപ്പം ഒരു സെയിം നമ്പറിനെ നമ്മൾ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അത് നമ്മൾ അതിന്റെ മുകളിൽ എഴുതുന്നു അല്ലെ, അതായത് പവർ ആയിട്ട് എഴുതുന്നു. ദാറ്റ് ഇസ് കോൾഡ് ദി എക്സ്പോണന്റ്. അതാണ് എക്സ്പോണന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു സിംഗിൾ നമ്പർ തന്നാൽ അതിനെ എങ്ങനെ എക്സ്പോണൻസ് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ടെന്ന് പഠിച്ചു. അതിനുശേഷം എക്സ്പോണൻസിനെ നോർമൽ നമ്പേഴ്സിലോട്ട് എഴുതാനും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു നമ്പറിനെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതിയിട്ടുള്ളത്. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പോണൻസിന്റെ ലോസ് എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിന്റെ സെക്കൻഡ് സെഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് എക്സ്പോണന്റ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ്? ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ്. എക്സ്പോണൻസിൽ നമുക്ക് ഡിഫറെന്റ് ലോസ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലോയിലോട്ട് വരാം. ഫസ്റ്റ് ലോ ഇസ് മൾട്ടിപ്ലൈയിങ് പവർ വിത്ത് ദി സെയിം ബേസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പോണൻസ് പഠിച്ചപ്പം അവിടെ ബേസ് എന്താണെന്നും ദെൻ എക്സ്പോണന്റ് എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട് അല്ലെ. നമ്മൾ ഒരു നമ്പർ, നമ്മുടെ താഴെ ഇരിക്കുന്ന നമ്പറിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. സോ അതിന്റെ മുകളിൽ എഴുതുന്നതാണ് നമ്മുടെ എക്സ്പോണന്റ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ 2 raised to 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 is the base and 5 is the exponent. ഓക്കെ, അപ്പം ഈ ഒരു ലോ പറയുന്നത് സെയിം ബേസ് ആണ്. നമ്മുടെ ബേസ് സെയിമും അതുപോലെ എക്സ്പോണന്റ് ഡിഫറെന്റും ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്? a raised to m into a raised to n. സോ ഇവിടെ ബേസ് എന്ന് പറയുന്നത് രണ്ടിലും സെയിം ആണ്, a ആണ് ബേസ്. ദെൻ എക്സ്പോണന്റ് ഇസ് ഡിഫറെന്റ്. എക്സ്പോണന്റ് എമ്മും എന്നും ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ ഫോം വരുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? a raised to m plus n ആണ്. അതായത് എന്താണോ കോമൺ ബേസ് അതിനെ ആൻസറിലോട്ട് അങ്ങ് എഴുതുക. ദെൻ അതിനുശേഷം എക്സ്പോണൻസിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, എക്സ്പോണൻസിനെ ആഡ് ചെയ്യാം. ഇവിടെ എക്സ്പോണൻസ് എമ്മും എന്നും ആണ്. സോ ആൻസറിൽ m plus n വരും. സോ a raised to m plus n. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ലോ, മൾട്ടിപ്ലൈയിങ് പവേഴ്സ് വിത്ത് ദി സെയിം ബേസ്. ഓക്കെ, അപ്പം ഈ ലോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി നമ്മൾ ഈ ലോ വെച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഓരോ പ്രോബ്ലംസും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഇതില് ഫസ്റ്റത്തെ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് 2 raised to 5 into 2 raised to 3. അപ്പം ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, എക്സ്പോണൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ കാണുമ്പം നിങ്ങൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യണം? അതിന്റെ ബേസ് കോമൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളിപ്പോ പഠിച്ച ലോ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനില് ബേസ് ഇസ് 2, രണ്ടിലും സെയിം ആണ്. അപ്പൊ ബേസ് സെയിം ആണെങ്കിൽ നമ്മുടെ ആൻസറിലെ ബേസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് 2. നമ്മുടെ ആൻസറിലും 2 ആയിരിക്കും ബേസ്. ദെൻ വാട്ട് ഇസ് എക്സ്പോണന്റ്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നു, എക്സ്പോണൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 5 plus 3. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനിൽ സെയിം ബേസ് വന്നാൽ നമ്മൾ എക്സ്പോണൻസ് ആഡ് ചെയ്യണം. സോ 5 plus 3. സോ ദി ആൻസർ ഇസ് 2 raised to 8 അല്ലെ. 5ഉം 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടി. അപ്പൊ 2 raised to 8 is the answer. ഓക്കെ, ക്ലിയർ ആയില്ലേ?
ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബേസ് ചെക്ക് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എപ്പോഴും എന്ത് ചെക്ക് ചെയ്യണം? ബേസ് കോമൺ ആണോ നോക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്തതിൽ a ക്യൂബ് ഇൻറ്റു a സ്ക്വയർ ഇൻറ്റു a റേസ് ടു 7 ആണ്. സോ ബേസ് a ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസറിലും എന്തായിരിക്കും? a ആയിരിക്കും ബേസ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ആഡിങ് ദി എക്സ്പൊണൻസ്. നമുക്ക് നമ്മുടെ എക്സ്പൊണൻസ് ആഡ് ചെയ്യാം. അപ്പൊ 3 പ്ലസ് 2 പ്ലസ് 7. വാട്ട് ഈസ് ദി ആൻസർ? 7 പ്ലസ് 3 is 10. Then 10 plus 2 12 ആണ്. അപ്പം a raised to 12 is the answer. Okay? അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വന്നു? a raised to 12. Then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലും നമ്മുടെ ബേസ് ഇസ് സെയിം അല്ലെ? -4 is the base. അപ്പൊ ഇവിടെ -4 വന്നാൽ നമ്മുടെ ആൻസറിലും ബേസ് എന്തായിരിക്കും? -4 ആയിരിക്കും. അപ്പം ഈ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എപ്പോഴും അതിനൊന്ന് ബ്രാക്കറ്റ് കൊടുക്കാൻ വേണ്ടി നോക്കാം. പോസിറ്റീവ് ആകുമ്പോൾ നോ പ്രോബ്ലം, ബട്ട് നമ്മുടെ ബേസ് നെഗറ്റീവ് നമ്പർ ആകുമ്പോൾ അവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്താൽ നമുക്ക് എന്താവും? അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ? അപ്പൊ -4 ആണ് നമ്മുടെ ബേസ്, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ എക്സ്പൊണൻസ് ഏതൊക്കെയാണ്? 100ഉം അതിന്റെ കൂടെ 20 ആണ്. അപ്പൊ നമ്മൾ എക്സ്പൊണൻസിനെ ആഡ് ചെയ്യണം. സോ ദി ആൻസർ ഈസ് -4 raised to 100 plus 20 is 120. സോ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? -4 raised to 120. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ബേസ് ആണ്. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദി ബേസ് ഇസ് കോമൺ അല്ലെ? ബേസ് കോമൺ ആണ്, 5 ആണ് ബേസ്. അപ്പൊ നമുക്ക് ആ 5 ആദ്യം ആൻസറിൽ എഴുതാം. ബേസിൽ ചേഞ്ചസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ 5 എഴുതി. ദെൻ നമുക്ക് എക്സ്പൊണൻസിനെ ആഡ് ചെയ്യണം. കോമൺ ബേസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എക്സ്പൊണൻസ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ 3 plus 7 plus 12 ആണുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 5 raised to 7 plus 3 എന്ന് പറയുമ്പോൾ 10 വന്നു. ദെൻ 10ന്റെ കൂടെ 12 ആഡ് ചെയ്യുന്ന സമയത്ത് 22. സോ ആൻസർ ഇസ് 5 raised to 22. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലോ പഠിച്ചു. ദെൻ ആ ലോയുടെ ബേസിസിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ലോ എന്താണ്? മൾട്ടിപ്ലൈങ് പവർ വിത്ത് ദി സെയിം ബേസ്. ഓക്കെ, നമ്മൾ സെയിം ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ആൻസർ എന്തായിരിക്കും? ബേസ് സെയിം ആയിരിക്കും, അതിന്റെ എക്സ്പൊണൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആൻസറിൽ എഴുതാം. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോയാലോ? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ലോ ആണ്. സോ നെക്സ്റ്റ് ലോ ഇസ് ഡിവൈഡിങ് പവേഴ്സ് വിത്ത് ദി സെയിം ബേസ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മുടെ ഡിവിഷൻ ആണ്. ഓക്കെ, സോ ഡിവൈഡിങ് പവേഴ്സ് വിത്ത് ദി സെയിം ബേസ്. അപ്പൊ ഇവിടെ എന്താണ്? ബേസ് സെയിം ആണ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പം ഇതാ ജനറൽ ഫോം ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ ഡിഫറൻസ് വരുന്നത്? നമ്മൾ ബേസ് സെയിം ആണ്, a raised to m ഡിവൈഡഡ് ബൈ a raised to n. സോ ബേസ് a ആണ് ബേസ്. അപ്പൊ നമ്മൾ ആൻസറിലും a തന്നെ വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? എക്സ്പൊണൻസിനെ മൈനസ് ചെയ്യണം. ദാറ്റ് മീൻസ് സബ്സ്ട്രാക്ട് ചെയ്യണം. നേരത്തെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പം ആഡ് ചെയ്തു. ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പൊണൻസിനെ സബ്സ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് മീൻസ് a raised to m minus n. a raised to m minus n. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം നമ്മളിപ്പോ പഠിച്ചത് ഡിവൈഡിങ് പവേഴ്സ് വിത്ത് ദി സെയിം ബേസ് ആണ്. അപ്പൊ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ട? എക്സ്പൊണൻസിനെ സബ്സ്ട്രാക്ട് ചെയ്യണം ഓർ മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് സെക്കൻഡ് ലോ വെച്ചിട്ട് വരുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 9 raised to 11 ഡിവൈഡഡ് ബൈ 9 raised to 7. അപ്പൊ നമുക്ക് എക്സ്പൊണൻസ് ഡിവിഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്തായിരുന്നു? ബേസ്. ഓക്കെ, ബേസ് കോമൺ ആണെങ്കിലാണ് നമുക്ക് ഈ ലോ ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 9 raised to 11 ഡിവൈഡഡ് ബൈ 9 raised to 7. അപ്പം ബേസ് 9 ആണ്. അപ്പൊ നമ്മുടെ ആൻസറിലും ബേസ് 9 ആണ് വരുന്നത്. ദെൻ എക്സ്പൊണൻസിന് എന്ത് ചെയ്യണം? ഡിവിഷൻ ആവുമ്പം എക്സ്പൊണൻസിനെ മൈനസ് ചെയ്യണം. സോ ഇവിടുത്തെ എക്സ്പൊണൻസ് 11 ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് 7. സോ ദി ആൻസർ ഇസ് 9.
റേസ് ടു 11 മൈനസ് 7 എത്രയാണ്? 4 ആണ്. സോ ആൻസർ ഇസ് 9 റേസ് ടു 4. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് 20 റേസ് ടു 15 ഡിവൈഡഡ് ബൈ 20 റേസ് ടു 13. ഓക്കെ, ഇവിടെ എന്താണ്? ബേസ് കോമൺ. അപ്പൊ നമ്മുടെ ആൻസറിലും കോമൺ ആ ബേസ് തന്നെ അങ്ങ് എഴുതി കൊടുക്കാം. ഇനി നമ്മുടെ എക്സ്പോണൻസിനെ ഡിവിഷൻ ആയതുകൊണ്ട് മൈനസ് ചെയ്യണം. അപ്പൊ 15 മൈനസ് 13. 13 is 20 raised to 15 30 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 20 raised to 2 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? യെസ്. സോ ദി തേർഡ് ക്വസ്റ്റ്യൻ 10 raised to 8 ഡിവൈഡഡ് ബൈ 10 raised to 4. അപ്പം ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? നമുക്ക് ബേസ് കോമൺ ബേസ് ആണ് 10 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ആൻസറിലും എന്തായിരിക്കും? 10 ആയിരിക്കും. സോ 10 then നമ്മൾ എന്ത് ചെയ്യാ? എക്സ്പോണൻസിനെ സബ്സ്ട്രാക്ട് ചെയ്യാ. ദാറ്റ് മീൻസ് 8 മൈനസ് 4. 8 ന്ന് 4 മൈനസ് ചെയ്യാ. 8 ന്ന് 4 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 4 കിട്ടും. സോ 10 raised to 4. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Last question is 17 raised to 30 divided by 7 raised to 3. ഇവിടെ കോമൺ ബേസ് ആണ് വരുന്നത്. ബേസ് 7 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 7 raised to നമ്മുടെ എക്സ്പോണൻസ് 13 ഉം 3 ഉം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 13 3 മൈനസ് ചെയ്യണം. സോ ആൻസർ 7 raised to 13 മൈനസ് 3 എത്രയാണ്? 10. അപ്പം ആൻസർ 7 raised to 10. ഓക്കെ, ക്ലിയർ ആയോ ഈ ഒരു ക്വസ്റ്റ്യൻ? 7 raised to 10 എങ്ങനെയാ കിട്ടിയെന്ന്? ഓക്കെ, അപ്പൊ നമ്മളിവിടെ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിലാണ് നമ്മൾ ഈ 4 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഡിവൈഡിങ് ദി പവേഴ്സ് വിത്ത് ദി സെയിം ബേസ് ആണ് അല്ലെ? നമ്മുടെ എക്സ്പോണൻസ് വരുന്നതിനെ ഡിവൈഡ് ചെയ്തു. അവിടെ എന്താണ്? ബേസ് കോമൺ ബേസ് ആണ്. ഓക്കെ, കോമൺ ബേസ് ആണെങ്കിൽ നമുക്ക് ഈ ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി കോമൺ ബേസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ബേസിലോട്ട് ആക്കാൻ വേണ്ടി പറ്റുമോ നമുക്ക് നോക്കാം. എന്നിട്ട് പ്രോബ്ലം ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഈ ചെയ്ത 4 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണല്ലോ? സോ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ലോയിലോട്ട് പോവാം. ദെൻ നെക്സ്റ്റ് ലോ എന്താണ്? ചെറിയൊരു ഡിഫറെന്റ് ടൈപ്പ് വരുന്ന ഒരു ലോ ആണ്. ടേക്കിംഗ് പവർ ഓഫ് എ പവർ. അതായത് നമ്മൾ ഇത്രയും നേരം ഒരു പവർ വരുന്ന നമ്പർ പഠിച്ചു അല്ലെ? ബട്ട് ഇവിടെ എന്താണ് കൊടുത്തത്? ടേക്കിംഗ് പവർ ഓഫ് എ പവർ. അതായത് പവർ ഓഫ് എ പവർ എന്ന് പറഞ്ഞാൽ ഒരു പവറിന്റെ മുകളിൽ വേറൊരു പവറും കൂടെ വരാം അല്ലെ? അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനെ എങ്ങനെ സോൾവ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തത് നോക്കിക്കേ. a raised to m all raised to n. a raised to m all raised to n. അപ്പൊ ഇവിടെ ആദ്യം a raised to m, ആദ്യം ഒരു m എന്ന് പറയുന്ന എക്സ്പോണന്റ് വന്നു. ദെൻ അതിനുശേഷം വീണ്ടും ഒരു എക്സ്പോണന്റ്, അതാണ് n എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 എക്സ്പോണൻസ്, ഇതാ ഇവിടെയും വരുന്ന ഈ 2 എക്സ്പോണൻസിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് വരും? a raised to m into n. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ 5 raised to 2 എന്നിട്ട് all raised to 3. കണ്ടോ? പവർ ഓഫ് എ പവർ 2 ആണ് ആദ്യത്തെ പവർ, അതിന് വീണ്ടും ഒരു പവർ വന്നു. സോ 3. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ 5 raised to 3 into 2 എത്രയാണ്? 6 ആണ്. സോ 5 raised to 6 is the answer. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പവർ ഓഫ് എ പവർ. സോ ഇതാണ് നമ്മുടെ തേർഡ് ലോ പറയുന്നത്.